അഫ്ഗാനിലെ താലിബാനെ മെരുക്കിയതുപോലെ മാലിദ്വീപിലെ മുഹമ്മദ് മൊയ്സു ഭരണകൂടത്തെ നിലയ്ക്ക് നിർത്തിയതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും വശത്താക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ബംഗ്ലാദേശിന്റെ ഭരണം BNP പാർട്ടി പിടിച്ചെടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ കൂടുതലായി തന്നെ ആശങ്കകൾ നിറഞ്ഞ ചില ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇടക്കാല സർക്കാരിന്റെ ഭരണ കാലയളവിൽ ഇന്ത്യയുമായി ബന്ധം കൂടുതൽ വഷളാകുകയാണ് ഉണ്ടായത്. എന്നാൽ പുതിയ ഈ ഭരണത്തിൽ ഇന്ത്യയോടുള്ള പ്രതിച്ഛായ മാറുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ BNP നേടിയ വിജയത്തിൽ അവിടെ ടാരിഖ് റഹ്മാനെ അഭിനന്ദിക്കുകയും ചെയ്തു. ജനാധിപത്യ പുരോഗമന ബംഗ്ലാദേശിനുള്ള എല്ലാ പിന്തുണയും തുടരുമെന്നും അതേപോലെ തന്നെ BNPയുടെ വിജയം ബംഗ്ലാദേശിലെ ജനങ്ങൾ റഹ്മാന്റെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നു എന്നത് കണക്കാക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരമാകാം, അതായത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി തന്നെയാകാം പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അതേസമയം ഖലിദാസിയയുടെ മരണത്തിൽ പോലും അവിടെ മരണച്ചടങ്ങിൽ പങ്കെടുക്കാനായി തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്താനായി 2 ഇന്ത്യൻ പ്രതിനിധികൾ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തതായി ആ ഒരു വിലയിരുത്തൽ പുറത്തു വന്നിരുന്നു. അതേസമയം എന്നും ഇന്ത്യ വിരുദ്ധതയും ബംഗ്ലാദേശ് ദേശീയതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളായിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടേത്. ഹസീനയുടെ അവാമി ലീഗ് ആകട്ടെ ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ കഴിയാനായിരുന്നു ഇഷ്ടപ്പെട്ടതും. നിലവിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ല. ഇന്ത്യ വിരുദ്ധതയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അവാമി ലീഗിന് തിരഞ്ഞെടുപ്പിൽ വിലക്ക് വന്നതും അവിടെ മതവാദത്തിന്റെ വക്താക്കളായ ജമായത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ലഭിച്ചതുമൊക്കെ തന്നെ ഇന്ത്യയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു. 60-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് ജമായത്തെ ഇസ്ലാമിക്കും അതേപോലെ തന്നെ ജൻസി പ്രക്ഷോഭകരുടെ പാർട്ടിക്കും ലഭിച്ചത്.